എഴുതിക്കോളൂ. ടെർമിനൽ 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 വെലോസിറ്റി. ഈ ടെർമിനൽ വെലോസിറ്റി എന്താന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വെള്ളത്തിൽ വീഴുന്ന ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റിൽ എന്തൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? വെള്ളത്തിൽ വീഴുന്ന ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റിൽ എന്തൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഒന്ന്, അതിന്റെ വെയിറ്റ്. രണ്ട്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ്. മൂന്ന്, അതിന്റെ ഒരു വിസ്കസ് ഫോഴ്സുകളുണ്ട്. ശരിയല്ലേ? അല്ലേ? ആ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ ലിക്വിഡ്, ആ വീഴുന്ന ലിക്വിഡിന്റെ അനുസരിച്ച് അതിനൊരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഫോഴ്സ് ആണ് ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഓക്കെ. വെയിറ്റ് താഴോട്ടും അതിന്റെ വിസ്കസ് ഫോഴ്സും അതേപോലെ തന്നെ ബയോൺ ഫോഴ്സും മുകളിലോട്ടും ആയിരിക്കും. ശരിയല്ലേ? ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പം ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമ്മള് ആദ്യം നിങ്ങൾ മനസ്സിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു 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 ഇപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? വെള്ളം കോരിയിട്ട് നിങ്ങൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ആ തൊട്ടി കിണറ്റിലോട്ട് വീണ്ടും ഇട്ടു. ഓക്കെ. തൊട്ടി കിണറ്റിലോട്ട് വീണ്ടും ഇട്ടിട്ട് ആ തൊട്ടിക്കകത്ത് വെള്ളം നിറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ വെള്ളത്തിന്റെ സർഫസിൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. നിങ്ങളത് വിട്ടാലോ അത് നേരെ താഴോട്ട് പോകും. താഴോട്ട് പോകുമ്പോൾ നല്ല വെലോസിറ്റി കൂടി ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് കൂടത്തില്ല. പിന്നീട് ആ മാക്സിമം വെലോസിറ്റി ഏതാണോ ആ വെലോസിറ്റി വെച്ചിട്ട് തന്നെയായിരിക്കും പിന്നെ അടിത്തട്ട് വരെ പോകുന്നത്. ആ വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ വരയ്ക്കേണ്ട ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് നിങ്ങളൊരു ഒരു ഒരു ഇത് കിണറാന്ന് വിചാരിക്കുക. ഈ കിണറിനകത്ത് നിങ്ങളുടെ തൊട്ടി ഇട്ടു. ഓക്കെ. തൊട്ടി അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ പാത്രം ഇട്ടെന്ന് വിചാരിച്ചു. ഇരുമ്പിന്റെ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ പാത്രം നല്ല സ്പീഡിൽ താഴോട്ട് പോകും, അല്ലേ? എന്നാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഇതിന്റെ സ്പീഡ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണം ഇവിടം വരെയാന്ന് വിചാരിച്ചു. പിന്നീട് ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. പിന്നീട് അപ്പൊ ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് വരെ കൂടുമായിരുന്നു. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഏത് പോയിന്റ് നോക്കിയാലും അതിന്റെ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ താഴോട്ട് പോകുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്ന അതിന്റെ മാക്സിമം വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? ആ വെലോസിറ്റിയുടെ ഇൻക്രീസിനെ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? ടെർമിനൽ വെലോസിറ്റി. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് എന്താ, നിങ്ങൾ വേണമെങ്കിൽ ആ ഡെഫിനിഷൻ എഴുതിക്കോ. ഡെഫിനിഷൻ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ഒരു ഡോട്ട് ഇട്ടിട്ട് ഡെഫിനിഷൻ എഴുതിക്കോ. ദാ constant maximum velocity acquired by a body while falling through a viscous fluid when its weight is balanced by balanced with the viscous force and upthrust. അതായത് ഈ 20 മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് പറഞ്ഞില്ല മാക്സിമം, അതുവരെ അതിന്റെ വെയിറ്റ് ആയിരുന്നു കൂടുതൽ, താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരുന്നു കൂടുതൽ. മുകളിലോട്ട് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ താഴോട്ട് അതിന്റെ വെയിറ്റും മുകളിലോട്ട് ബയോണ്ട് ഫോഴ്സും, അല്ലെങ്കിൽ ബയോണ്ട് ഫോഴ്സിനെ തന്നെ പറയുന്ന പേരാണ് അപ്ത്രസ്റ്റും വിസ്കസ് ഫോഴ്സും മുകളിലോട്ടാണ്. അപ്പൊ എപ്പോഴാണോ ഈ വെയിറ്റ് ഈ രണ്ട് ഫോഴ്സുമായിട്ട് ഈക്വൽ ആകുന്നത് അപ്പം മുതൽ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, പിന്നീട് കൂടത്തില്ല. അത് ബാലൻസ് ആകുന്നിടം വരെയും അതിന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? നമ്മള് വെള്ളത്തിൽ വീഴുമ്പോഴൊന്നും ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോ വെള്ളത്തിൽ ചാടി, അതായത് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ പാറയുടെ മണ്ടയ്ക്ക് ഈ തവണ ഒരാൾക്ക് ഗിന്നസ് റെക്കോർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു, 216 അടി ഹൈറ്റിൽ നിന്ന്
ഒരു ഒരു എന്താണ് ഒരു വാട്ടർ ബോഡിയിലോട്ട് ചാടി. അതാണ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ്. 216 കൃത്യം ഞാൻ ഓർക്കുന്നില്ല, 216 അടിയാണെന്ന് തോന്നുന്നു. എനിവേ 200 എബോവ് ആണെന്ന് തോന്നുന്നു അടി. ഇപ്പൊ 200 എബോവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഞാനിപ്പോ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ശ്രീരംഗം ക്ഷേത്രം, അതിന്റെ ഗോപുരം ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ്. ആ ഗോപുരത്തിന് 216 അടി ഹൈറ്റാണ്. അത്ര ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഒരു വാട്ടർ ബോഡിയിലോട്ട് ചാടി അയാൾ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഇട്ടു. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? അയാൾ വെള്ളത്തിൽ ചാടുന്ന സമയത്ത് അയാൾ താഴോട്ട് പോവും. താഴോട്ട് ഭയങ്കര വെലോസിറ്റി, ഇത്ര ഹൈറ്റിൽ നല്ല ചാടും, നല്ല വെലോസിറ്റിയില്ല മുകളിൽ നിന്ന് വന്നത്, ഇതിനകത്ത് വീഴുമ്പോഴും നല്ല വെലോസിറ്റി താഴോട്ട് പോകും. പക്ഷെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആവും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി എപ്പോഴാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ദേഹത്ത് രണ്ട് ഫോഴ്സ് ആണ് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ആക്ട് ചെയ്യുന്നത്. ഒന്ന് അയാളുടെ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ആ വെള്ളത്തിന്റെ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ് ആൻഡ് വെള്ളത്തിന്റെ ബയോൺ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്. ഓക്കെ, ഇത് എപ്പോൾ ഈക്വൽ ആവുന്നോ അപ്പം വരെ അയാൾ നല്ല സ്പീഡിൽ പോകും. പിന്നീട് എന്ത് ചെയ്യുന്നറിയോ? പിന്നീട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും താഴോട്ട് പോകുന്നത്. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോട്ട്, ലങ്സിനകത്ത് എയർ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അതായത് ലങ്സിനകത്ത് എയർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഫ്ലോട്ട് ചെയ്ത് മുകളിലോട്ട് വരാൻ പറ്റും. മനസ്സിലായി? നമ്മൾ എത്ര ഡിസ്റ്റൻസ് താഴോട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു 3 പ്രാവശ്യം മുകളിലോട്ട് കയറിയിരിക്കും. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിനകത്ത് എയർ ഉണ്ടെങ്കിൽ നമ്മൾ 3 അല്ല 30 പ്രാവശ്യം മുകളിലോട്ട് വരാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആകുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റും, അല്ലെ വെള്ളത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായ തുറക്കും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ലങ്സിനകത്ത് വെള്ളം കയറും, അങ്ങനെയാണ് മരണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലോട്ട് എടുത്തിട്ടു നല്ല സ്പീഡിൽ വെലോസിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ആ ഇൻക്രീസ് നടക്കത്തുള്ളൂ. പിന്നീട് ഇപ്പം 0 തൊട്ട് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു 0 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് വെള്ളത്തിൽ വീണത്. ആ 0 മീറ്റർ പെർ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് വരെ അതിന്റെ വെലോസിറ്റി കൂടി. പിന്നീട് അത് 20 മീറ്റർ പെർ സെക്കൻഡ് വരെ പോലെ അത്രയും തന്നെ, അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റിയിലായിരിക്കും അത് അടിത്തട്ടി ചെന്ന് വീഴുന്നത്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി എത്തണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന, ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന അതിന്റെ വെയിറ്റും അതേൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ത്രസ്റ്റും, അതായത് ബയോൺ ഫോഴ്സും അല്ലെങ്കിൽ എന്താണ് വിസ്കസ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിന്റെ സം എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിന് ഈക്വൽ ആകുന്നത് എപ്പോഴോ അപ്പം മുതലായിരിക്കും അതിന്റെ വെലോസിറ്റി ടെർമിനേറ്റ് ആവുന്നത്. ടെർമിനേറ്റ് ആവുന്ന പറയുമ്പോൾ എന്താണ്, നിൽക്കുകയെന്നല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി ആവുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത് എപ്പോഴും മനസ്സിലായിക്കോണം. ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എത്ര വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് മണ്ടയ്ക്ക് കൊണ്ട് വെക്കും. അത് വെള്ളം നാച്ചുറൽ പ്രോസസ്സാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ കൊച്ചിലെ മൂലം നമ്മുടെ വീട്ടുകാർ പേടിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ, കൂട്ടുകാരെ, അല്ലെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് വെള്ളം പേടിയാക്കി വെക്കുന്നത്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, ഇപ്പൊ ജപ്പാനിലൊക്കെ കണ്ടിട്ടില്ലേ, 2 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇടും. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? ആ 2 വയസ്സ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അപ്പോഴേ നമുക്കൊരു പ്രായമാകുമ്പോഴാണല്ലോ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുക. ആ കൊച്ചി സമയത്ത് നമ്മളെ പേടിപ്പിക്കാൻ പറ്റത്തില്ലോ, അപ്പൊ തന്നെ നീന്തൽ പഠിപ്പിച്ചെടുക്കും. മനസ്സിലായോ? അപ്പൊ അവരെ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ അവർ മുങ്ങിട്ട് അവർ പൊങ്ങി വന്നിട്ട് ശ്വസിക്കുക. അത് അവരെ പോയി ട്രെയിൻ ചെയ്തിട്ടാണ്. 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്തോ ട്രെയിൻ ചെയ്യാന്, അവരെ കൊണ്ട് വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അവർ തന്നെ പഠിക്കുക. അപ്പൊ അത് നാച്ചുറൽ മെക്കാനിസം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവ് എല്ലാ ലിവിംഗ് ബീങ്സിനും ഉണ്ട്. പട്ടിയെ കൊണ്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മുങ്ങത്തില്ല, പട്ടി നീന്തും. അതേപോലെ തന്നെ ആനയെ കൊണ്ട്, ഇത്ര വെയിറ്റ് ഉള്ള ആനയെ കൊണ്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആന നീന്തും. ആന കണ്ടിന്യൂസ് 48 മണിക്കൂർ നീന്തും എന്നാണ് പറയുന്നത്. ഫ്ലോട്ട് ചെയ്യുമല്ല, നീന്തും. ആനയ്ക്ക് നീന്താൻ പറ്റും 48 മണിക്കൂർ. മനസ്സിലായി? ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ടോ? അപ്പം വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങിപ്പോകുന്നതെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ ലിവിംഗ് ബീങ്സിനും എന്ത് ചെയ്യാനുണ്ട്? ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ടെർമിനൽ വെലോസിറ്റിയെ പറ്റിയാണ്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ വീഴുന്ന ആ ഒരു ഇൻസ്റ്റന്റ് തൊട്ട് കുറെ ഡിസ്റ്റൻസ് വരാതെ നല്ല സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. എത്രയാണോ മാക്സിമം സ്പീഡ്, ആ മാക്സിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. ആ സ്പീഡിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ ആ ഡെറിവേഷൻ ഒന്ന് എഴുതുകയാണ്, നോക്കിക്കോളൂ. ഡെറിവേഷൻ എഴുതിക്കോളൂ. ഒരു ഡോട്ട് ഇട്ടിട്ട് ഫോഴ്സ് ആക്ടിങ് on the body, on the forces acting on the body are
ഒന്ന് വെയിറ്റ് ഓഫ് ദ ബോഡി, വെയിറ്റ് ഓഫ് ദ ബോഡി, വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ്, ആക്ടിങ് ഡൗൺവേർഡ്സ്. രണ്ടാമത്തേത് അപ്വേർഡ് വിസ്കസ് ഫോഴ്സ്, അപ്വേർഡ് വിസ്കസ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, അപ്വേർഡ് വിസ്കസ് ഫോഴ്സ്. അപ്വേർഡ് വിസ്കസ് ഫോഴ്സ്. മൂന്ന് അപ്വേർഡ് ബയോൺ ഫോഴ്സ്, അപ്വേർഡ് ബയോൺ ഫോഴ്സ്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ, നമ്മൾ ടെർമിനൽ വെലോസിറ്റിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അത് നല്ല സ്പീഡിൽ പോകുന്നു, പിന്നീട് അതിന്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കോൺസ്റ്റന്റ് സ്പീഡായിട്ട് പോകുന്നു. ആ പർട്ടിക്കുലർ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ബാലൻസ്ഡ് കണ്ടീഷനിൽ വരുന്നതുകൊണ്ടാണ് ആ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മളൊരു സ്പിയർ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഏതാ? വെള്ളത്തിൽ വീഴുന്ന ഒരു സ്പെരിക്കൽ ബോഡിയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വെയിറ്റ്, therefore weight of the spherical body is equal to mass into gravity, ആണല്ലോ? അതേപോലെ തന്നെ നമുക്കറിയാം മാസ് ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? മാസ് ഓഫ് ബോഡി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മാസ് ഓഫ് ബോഡി എന്ന് എഴുതണ്ട, ഡെൻസിറ്റി ഓഫ് സ്പെരിക്കൽ ബോഡി എന്തായിരിക്കും? ഡെൻസിറ്റി റോ ഈസിക്കൽ എന്താ? മാസ് ബൈ യൂണിറ്റ് വോളിയം ആണല്ലോ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് നമുക്ക് എന്ത് വേണേൽ കണ്ടുപിടിക്കാം. ഇവിടത്തെ മാസ് ഈസ് therefore മാസ് ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം? മാസ് ഈസിക്കൽ ടു റോ ഇൻറ്റു വി എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം എന്താ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1 കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയോ എന്ത് വരും? വെയിറ്റ് W ഈസിക്കൽ എന്താ? മാസിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? റോ ഇൻറ്റു വി എന്ന് എഴുതാം, ഇൻറ്റു എന്താണ്? ജി. ഇത് ഇക്വേഷൻ നമ്പർ 3. നമുക്കറിയാം ഇതൊരു സ്പിയർ ആയതുകൊണ്ട് സ്പിയറിന്റെ വോളിയം നമുക്കറിയാം 4/3 πr³ ആണ്. ഓർക്കുന്നുണ്ടോ? നമുക്കറിയാം വോളിയം ഓഫ് സ്പിയർ ഈസ് ഈക്വൽ ടു എന്താ? 4/3 പൈ. നമ്മൾ അതിന്റെ റേഡിയസ് സ്മോൾ ആണ്, r³ എന്ന് എടുത്താണ്. അപ്പൊ ഇതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 in 3 ചെയ്യാൻ പോവാം. അപ്പൊ എന്ത് സംഭവിക്കും? W ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? 4/3 πr³ ഇൻറ്റു എന്താണ്? ജി എന്ന് എഴുതാം. ആണോ? ഇത് ഇക്വേഷൻ നമ്പർ 5 എന്ന് കിടക്കും. ഈ ബയോൺ ഫോഴ്സ് എന്താണെന്നാ പറയുന്നത്? ബയോൺ ഫോഴ്സ് എന്താണെന്നാ നമ്മൾ പറഞ്ഞത്? ബയോൺ ഫോഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ബയോൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ആ മുക്കുമ്പം എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയി, അതാണ് ബയോണ്ട് ഫോഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ വെയിറ്റ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇനി അതിൽ ആക്ട് ചെയ്യുന്ന ബയോണ്ട് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം മതി. രണ്ട് ബയോൺ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഒരു ഇതിട്ടിട്ട് കാരണം ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മാസ് ഇൻറ്റു എന്ത് തന്നെയാണ്? ഗ്രാവിറ്റി തന്നെയാണ്. ആണോ? ആണ്. എന്നാൽ ഒരു കാര്യം ആലോചിക്കണം, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് സിഗ്മ ഈസിക്കൽ ടു എന്താന്ന് എഴുതാം? നമുക്ക് എന്തെന്ന് എഴുതാം? മാസ് ബൈ വോളിയം എന്ന് എഴുതാമല്ലോ. അവിടുന്ന് മാസ് ഈസിക്കൽ ടു സിഗ്മ ഇൻറ്റു വോളിയം. എന്തുകൊണ്ടാണ് ഇവിടെ ഡെൻസിറ്റി സിഗ്മ എന്ന് കൊടുത്തേ? നേരത്തെ ഓൾറെഡി ആ സ്പിയറിന്റെ ഡെൻസിറ്റിയെ നമ്മൾ റോ എന്നാണ് എടുത്തത്.
അപ്പൊ പിന്നെ ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ എന്ന് എടുക്കാൻ പറ്റുമോ? അതിന്റെ ഡെൻസിറ്റി ആണോ ഇതിന്? അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ സിഗ്മ എന്ന് എടുത്തിരിക്കുക കേട്ടോ, സിഗ്മ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മളിപ്പം എന്താണ് ഇക്വേഷൻ 6 ആയിട്ട് എടുത്തിരിക്കുകയാണ്, ഇത് ഇക്വേഷൻ 7 ആയിട്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 7 in 6. അപ്പൊ നമുക്ക് ബയോണ്ട് ഫോഴ്സിന് എങ്ങനെ ബയോണ്ട് ഫോഴ്സിന് നമുക്ക് എഫ് ബി എന്ന് എഴുതാം. എഫ് ബി ഈസികൾ നമുക്ക് എന്താന്ന് എഴുതാം, മാസിന് പകരം സിഗ്മ ഇൻറ്റു വോളിയം ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എഴുതാം അല്ലേ? ശരിയല്ലേ? നമുക്കറിയാം ഈ സ്പിയറിന്റെ അതേ വോളിയം തന്നെയല്ലേ ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെയും വോളിയം അല്ലേ? കാരണം സ്പിയറിന്റെ അത്രയും വോളിയത്തിലുള്ള വെള്ളമാണ് പുറത്തോട്ട് പോകുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഈസിക്കൽ ടു എന്താണ് എഴുതാം, ബി ഈസിക്കൽ ടു എന്താണ് എഴുതാം, 4/3 പൈ ആർ ക്യൂബ് എന്ന് തന്നെ എഴുതാം ഇല്ലേ? ഇതൊരു കാര്യം ചെയ്യാം, ഇത് ഇക്വേഷൻ 8 എന്ന് എഴുതാം, ഇത് ഇക്വേഷൻ 9 എന്ന് എഴുതാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 9 in 8. അങ്ങനെ വരുമ്പോൾ ബയോണ്ട് ഫോഴ്സ് എഫ് ബി ഈസിക്കൽ ടു എന്തെന്ന് വരും, സിഗ്മ ഇൻറ്റു ബിക്ക് പകരം നമുക്ക് 4/3 പൈ ആർ ക്യൂബ് ജി എന്ന് എഴുതാം, 4/3 പൈ ആർ ക്യൂബ് ജി എന്ന് എഴുതാം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 10. ശരിയല്ലേ? ഇനി നമ്മൾ ഓൾറെഡി നമുക്കിനി ഒരു ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഏതൊക്കെ ഫോഴ്സ് കിട്ടി നമുക്ക്? ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് കിട്ടി, ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ബയോണ്ട് ഫോഴ്സും കിട്ടി. ഇനി ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഏത് ഫോഴ്സാണ്? വിസ്കസ് ഫോഴ്സ് കൂടെ കണ്ടുപിടിച്ചിട്ട് ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ? നമുക്ക് നോക്കിയോ, ഒരാരോ ഇട്ട് എഴുതാം, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് വി എന്ന് എടുക്കാം. അത് എങ്ങനെയാ തരുന്നത്? വിസ്കസ് ഫോഴ്സ് എഫ് വി ഈസ് ഗിവൺ ബൈ എന്ത് ഫോർമുലയാണ്? വിസ്കസ് ഫോഴ്സ് തരുന്ന ഫോർമുല എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, ഗിവൺ ബൈ സ്റ്റോക്സ് ഫോർമുല. ശരിയല്ലേ? സ്റ്റോക്സ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ എഫ് വി ഈസികൾ നമുക്ക് എന്ത് എഴുതാം, 6 പൈ ഈറ്റ ആർ ബി എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം എപ്പോഴാ ടെർമിനൽ വെലോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? അതേ ആക്ട് ചെയ്യുന്ന താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആവുമ്പോൾ അല്ലേ? ഞാൻ ചെറുതാക്കാം, ഇത്ര എഴുതാനുള്ള എഴുതിക്കും. ഓക്കെ, ഇനിയും ടെർമിനൽ വെലോസിറ്റി കണ്ടീഷൻ ഫോർ അച്ചീവിങ് ടെർമിനൽ വെലോസിറ്റി, കണ്ടീഷൻ ഫോർ അക്വയറിങ് ടെർമിനൽ വെലോസിറ്റി എന്താ? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസിക്കൽ ടു, അതായത് അത് താഴോട്ടാണ്, ഈസിക്കൽ ടു എന്താ? ബയോണ്ട് ഫോഴ്സ് പ്ലസ് എന്താ? വിസ്കസ് ഫോഴ്സ് അല്ലേ? ആണോടെ? ആണ്. വെയിറ്റ് ഓഫ് ദ ബോഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡബ്ല്യു എന്താ? സിഗ്മ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ജി. ബയോണ്ട് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സിഗ്മ അല്ല, ഇത് റോ ആണ്, ഇത് സിഗ്മ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ജി. ഓക്കെ, പ്ലസ് വിസ്കസ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6 പൈ ഈറ്റ ആർ. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താ, ഇവിടെ ആകെ വെലോസിറ്റിയുടെ ഒരു പാർട്ട് എന്തേ ഉള്ളൂ, ഈ വി എ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതെന്തായിട്ട് മാറുന്നു? ഇതിനെ മാത്രമായിട്ട് ആക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. നോക്കിയോ, സിഗ്മ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ജി മൈനസ് സിഗ്മ എന്നായിപ്പോഴും വരുന്നത് റോ ഇൻറ്റു 4/3 എന്താ? ഓക്കെ, കറക്റ്റ്. റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ജി മൈനസ് സിഗ്മ എപ്പുറത്ത് വരുമ്പോൾ സിഗ്മ ഇൻറ്റു
സിഗ്മ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ജി ഈസിക്കലും അപ്പുറത്ത് ആര് വരും 6 പൈ ഈറ്റ ആർ വി എന്ന് വരും. ആണോ? ആണ്. ഇവിടെ നിന്ന് ഞാൻ എന്തൊക്കെ കോമൺ എടുക്കാൻ പറ്റും നമുക്ക്? ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് 4/3 പൈ ആർ ക്യൂബ് ജി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി റോ മൈനസ് സിഗ്മയേ ഉള്ളൂ ഇവിടെ. ശരിയല്ലേ? ബാക്കി എന്തെന്ന് വരും? ഇവിടെ 6 പൈ ഈറ്റ ആർ വി എന്ന് വരും. ആണല്ലോ? ഈ വി അല്ലേ ടെർമിനൽ വെലോസിറ്റി, അതുകൊണ്ട് കഴിഞ്ഞാൽ വി സഫിക്സ് ടി എന്ന് എടുത്തിരിക്കുക, വി ടി എന്ന് എടുത്തിരിക്കുക. ടെർമിനൽ വെലോസിറ്റി ആണ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ടി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? രണ്ട് ഇത്ര ആളിനെ കൂടെ എന്ത് ചെയ്യണം? അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പൊ നോക്കിയോ 4/3 പൈ ആർ ക്യൂബ് ജി ഇൻറ്റു സിഗ്മ മൈനസ് അല്ല റോ മൈനസ് സിഗ്മ ഹോൾ ഡിവൈഡ് ബൈ എന്താ 6 പൈ ഈറ്റ ആർ എന്ന് വരും. ഈസിക്കൽ എന്താ? ഇനി ഇവിടെ നിന്ന് നമുക്കറിയാം ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഈ ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ വരും. നമുക്ക് ഇങ്ങനെ എഴുതാം 4 പൈ ആർ ക്യൂബ് ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 പൈ ഈറ്റ ആർ 6 പൈ ഈറ്റ ആർ 6 പൈ ഈറ്റ ആർ ഈസിക്കൽ എന്താ? വി ടി എന്ന് വരുന്നു. പൈ പൈ കട്ട് ചെയ്ത് കളയുന്നു. ബാക്കി ഇവിടെ എന്താണ് 4ഉം 6ഉം കൂടെ 2 വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് 2 മുകളിൽ ബൈ 9 വരുന്നു, 2/9 വരുന്നു. എന്നിട്ട് ബാക്കി എഴുതുക 2/9 ഇൻറ്റു എന്താ ആർ ക്യൂബും വേണമെങ്കിൽ ഒരു ആറും കൂടെ വെട്ടിക്കളയാം. അപ്പോൾ ആർ സ്ക്വയർ വരും. 2/9 ആർ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ഈസിക്കൽ ടു വി. അപ്പം ഫൈനലി നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം വി ടി ഈസിക്വൽ ടു ഒരു സെക്കൻഡ് ഇവിടെ 2/9 ഓക്കെ. അപ്പം 2/9 എന്താണ് ആർ ക്യൂബ് ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഇതായിരിക്കും നമ്മുടെ ടെർമിനൽ വെലോസിറ്റി. ആർ സ്ക്വയർ ആണ്. സെറ്റാണ്. ചെറുതാക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകരുത് ദയവ് ചെയ്ത്. ഏതാ? അയ്യോ ഈറ്റ അവിടെ ഉണ്ടല്ലോ. ബൈ ഈറ്റ ഉണ്ടേ, ബൈ ഈറ്റ ഉണ്ടേ കുഞ്ഞുങ്ങളെ. ഇവിടെ ബൈ ഈറ്റയും കൂടെ ഉണ്ട്. ഞാൻ ഈറ്റ ഇട്ടില്ലായിരുന്നു. ഇവിടെയും ബൈ ഈറ്റ ഇടുക, ഇവിടെയും ബൈ ഈറ്റ ഇടുക. ഈ മഴവെള്ളം വരുന്നത് ഇതുപോലെ തന്നെ കേട്ടോ. മഴവെള്ളം നല്ല സ്പീഡിലാണ് വരുന്നത്, പക്ഷെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ മഴത്തുള്ളിയും ഒരേ വെലോസിറ്റിയിലാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു ഇപ്പൊ ഈ ഒരു മഴത്തുള്ളി വരുന്ന അതേ വെലോസിറ്റി ആയിരിക്കും തൊട്ടപ്പുറത്തേയും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തിട്ട് വരുന്ന സാധനമാണ്. മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ വെയിറ്റ്, ആ വാട്ടർ ഡ്രോപ്പിന്റെ വെയിറ്റ് എന്തുമായിട്ട് ഈക്വൽ ആവും? എയറിന് ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്. എയർ ആ വെള്ളത്തിന്റെ മണ്ടയ്ക്ക് ഒരു വിസ്കസ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എയർ അതിന്റെ മണ്ടയ്ക്ക് ഒരു ബയോൺ ഫോഴ്സും കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ഈക്വൽ ആവും. അപ്പൊ അത് ഒരേ വെലോസിറ്റി ആണ്. വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതാം. എന്താണ് ചിലപ്പം പറയും ടെർമിനൽ വെലോസിറ്റിക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ് ഞാൻ ഒരു മാർക്കിനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഫോളിംഗ് റെയിൻ ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പിന്നിങ് ഓഫ് പെൻഡുലം, അതും ഈ പറഞ്ഞ പോലെ തന്നെ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സാമ്പിൾ ആട്ടോ. സ്പിന്നിങ് ഓഫ് പെൻഡുലം. സെറ്റാണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ഇതെല്ലാം ചെറുതാക്കി തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഓക്കെ. അപ്പോൾ അടുത്തത് ഒരു ഫോർമുല അത് കാണാതെ പഠിക്കാനുള്ളതാണ്. അത് 1 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ അങ്ങനെ ചോദിക്കുള്ളൂ, അല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. പോയിസെലീസ് ഫോർമുല എന്ന് പറഞ്ഞ ഒരു ഇത് എഴുതിക്കും. അതായത് ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ എന്താണ് ഫ്ലോയിനെ പറ്റി പറയാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ഇക്വേഷൻ ആണ്. സ്ട്രീം ലൈൻ ഫ്ലോ ആണ് കേട്ടോ, ടർബുലന്റ് ഫ്ലോ അല്ല, സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പം നോക്കിക്കോളൂ. rate of flow of liquid through a narrow tube is given by. ഒരു നാരോ ട്യൂബിനകത്തൂടെ നിങ്ങളുടെ ഓസിനകത്ത് കൂടെ പോകുന്ന വെള്ളത്തിന്റെ റേറ്റ് ഓഫ് ഫ്ലോ അത്രയേ ഉള്ളൂ, അതിന്റെ ഇക്വേഷൻ ആണ്. അതിന് നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ Q എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Q ഈസ് ഈക്വൽ ടു പൈ പി ആർ റേസ്ഡ് ഫോർ 8LM. ഈ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചേക്കുക. 1 മാർക്കിന്റെ ചോദ്യത്തിന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ്. ഇതിനെ വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ്. ഓക്കെ, അടുത്തത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ആവുന്ന സിമ്പിൾ കേസ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഗാർഡനിൽ ഓസ് വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ഓസിന് നീളമില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? പക്ഷേ ഗാർഡൻ ഇച്ചിരി അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിന്റെ അറ്റം ടിപ്പ് ഇങ്ങനെ എന്ത് ചെയ്യും? അതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ പ്രഷറിൽ അതെന്ത് ചെയ്യും? അത് അങ്ങോട്ടേക്ക് പോകും. അതെന്താണെന്നറിയോ? ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും എന്ന തിയറിയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഓസിന്റെ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇങ്ങനെയായിരുന്നു. ഇതുവഴി വെള്ളം വേണ്ട ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അല്ലേ? ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, ശരിയല്ലേ? എന്നാൽ നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ ഇതിന്റെ ഏരിയ നിങ്ങളുടെ ഒരു വിരൽ വെച്ചിട്ട് വല്ലതും എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇതിന്റെ ഇത് എന്നാണ്ട് കുറയ്ക്കുന്നു, അല്ലേ? ഇങ്ങനെ വല്ലതും പകുതി വല്ലതും അടച്ചു വെക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നേരത്തെ ഇവിടം വരെ വന്നുകൊണ്ടിരുന്ന വെള്ളമാണ് ഇപ്പൊ ഇവിടം വരെ വരും. അപ്പൊ ഏരിയ കുറഞ്ഞു, വെലോസിറ്റി കൂടി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായി? അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. അല്ലെങ്കിൽ AV ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയയും വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സമയത്തുണ്ടായിരുന്ന ഇത്രയായിരുന്നു ആദ്യത്തെ ഏരിയ, ഇത്രയായിരുന്നു ആദ്യത്തെ ഏരിയ. ആ ഏരിയയും അപ്പോൾ ഉള്ള വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇപ്പൊ ഇത്രയും പൊത്തി വെക്കുമ്പോൾ അതിന്റെ ഏരിയ അതിന്റെ ബാക്കി ഇത്രയേ ഉള്ളൂ. ആ ഏരിയയും അപ്പോൾ ഉള്ള വെലോസിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം അവിടുത്തെ അതിനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ ഒന്നുമില്ല, A ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V, അല്ലെങ്കിൽ AV ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ഒരു തിയറിയിലേക്കാണ് നമ്മൾ എന്താ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ എന്താണ് ഓസിനെ വിരൽ വെച്ച് അടയ്ക്കുന്ന അതല്ല നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊരു വലിയ പൈപ്പിലോട്ട് ഒരു ചെറിയ പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്യുക. ഒരു വലിയ പൈപ്പ് എന്ന് പറയുമ്പോൾ ഏരിയ കൂടുതലും, ചെറിയ പൈപ്പ് അതിന്റെ റെഡ്യൂസർ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെയൊക്കെ വലിയ പൈപ്പേല് ഇങ്ങനെ ഒരു റെഡ്യൂസർ വെച്ചിട്ട് അത് ചെറിയ പൈപ്പിലോട്ട് കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ പ്ലംബിങ്ങിനുള്ള വീട്ടിലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പോയി നിങ്ങളുടെ ചുറ്റുവട്ടം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി നന്നായിട്ട് കൂടും.
അതിനുവേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു പടം വരയ്ക്കാൻ നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഒരു വലിയൊരു പൈപ്പ് വരച്ചു. ആ വലിയ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മളൊരു റെഡ്യൂസർ എല്ലാം വെച്ചിട്ട് ഒരു ചെറിയ ഒരു പൈപ്പിലോട്ട് കൊണ്ട് കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഇതൊരു ചെറിയ പൈപ്പ്. ഇതിന്റെ ഈ വലിയ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്, കണ്ടോ? ഇത്രയും വട്ടത്തിൽ. ഓക്കെ, ചെറിയ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇതാണ്. ഓക്കെ, ഇത് ഈ രണ്ട് ഈ വലിയ വലിയ എന്താണ് പൈപ്പ് അല്ലെങ്കിൽ വലിയ പൈപ്പിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് എ. ചെറിയ പൈപ്പിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഞാനിപ്പോൾ അതിന്റെ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതിന്റെ രണ്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ a1 ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സ്മോൾ a2 ആയിട്ട് എടുക്കുക. ഇവിടത്തെ വെലോസിറ്റി v1 ആയിട്ടും ഇവിടത്തെ വെലോസിറ്റി v2 ആയിട്ടും എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പം ഇതിപ്പോ പടം വരച്ചു. ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തത് എഴുതാനായിട്ട് പോവാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്രയും വലിച്ചു നീട്ടിയൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എഴുതുന്നത്. നിങ്ങൾ ആ ഡെറിവേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഡെറിവേഷനെ ഒരു 5 സ്റ്റെപ്പ് ചുരുക്കി കാണിച്ച് ഓർക്കുന്നുണ്ടോ? അതേപോലെ തന്നെ എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതാം. കൺസിഡർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ incompressible non-viscous liquid through a pipe of varying area of cross section. അതായത് നമ്മളൊരു സ്ട്രീം ലൈൻ ഫ്ലോ കൺസിഡർ ചെയ്യാണ്. ഒരു ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് ഒരു പൈപ്പ്. ആ പൈപ്പിന്റെ ഏരിയ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ മണ്ടയ്ക്ക് വരച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി two points having area of cross section A1 and A2 respectively. And let V1 and V2 be the velocity of fluid flowing through point A and B. A and B എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി V1 V2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് അറിയോ? ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു ഏരിയയിൽ കൂടെ എത്ര വോളിയം വെള്ളം കടന്നു പോകും, അതാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓർത്തോണം, നമ്മൾ എന്താ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഇപ്പൊ ഈ പച്ച കൊണ്ട് വരച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തൂടെ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിൽ കൂടെ എത്ര വോളിയം വാട്ടർ ഒരു പർട്ടിക്കുലർ ടൈം ടി എന്ന് പറയുന്ന ടൈമിൽ കടന്നു പോകും. അതേപോലെ തന്നെ അതേ ടൈമിൽ തന്നെ ഈ ചെറിയ വോളിയത്തിൽ ഈ ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെ എത്ര വോളിയം വാട്ടർ കടന്നു പോകും എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഈ ഏരിയ കൂടെ എത്ര വോളിയം വാട്ടർ കടന്നു പോകുന്നു ടി എന്ന് പറയുന്ന ടൈമിൽ, അതേ ടൈമിൽ തന്നെ ഈ ബി എന്ന് പറയുന്ന ആ പോയിന്റിൽ കൂടെ അല്ലെങ്കിൽ അത് A2 എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെ എത്ര വെള്ളം കടന്നു പോകുന്നു. ഓക്കെ ആണല്ലോ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, വോളിയം ഓഫ് ലിക്വിഡ് flowing through uniform area of cross section
ഓഫ് പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിന്റെ വോളിയം ഇൻ ടൈം ടി is given by t is equal to വോളിയം ബൈ ടൈം ആയിരിക്കും. വോളിയം ടൈം എന്ന് പറയുമ്പോൾ അത് വോളിയം ബൈ ടൈം ആയിട്ട് തന്നെ എടുക്കുകയാണ്. വോളിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഏരിയ ഇൻറ്റു ലെങ്ത് ബൈ ടൈം എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഏരിയനെ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത് A1, അതിന്റെ ലെങ്തിനെ നമ്മൾ L ആയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ്, ബൈ ടൈം ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ L ബൈ ടി ലെങ്ത് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി അല്ലേ. അപ്പൊ നമുക്ക് കണ്ട അവിടുത്തെ വെലോസിറ്റി A1 V1 എന്ന് കിട്ടും. ഓക്കെ ആണോ? അതെന്തുകൊണ്ടാ എൽ ബൈ ടി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണെന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോണം. എൽ ബൈ ടി എന്ന് പറയുമ്പോഴത്തേക്കും വെലോസിറ്റി ആണ് എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോണം. ഓക്കെ, ഇനി സിമിലർലി എന്നിട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. സിമിലർലി the case of point B. അപ്പൊ നമുക്ക് അവിടെ എന്തെന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം, ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഇത് A1 V1 വന്നെങ്കിൽ അത് എന്തെന്ന് എഴുതിയാൽ മതി, A2 V2 എന്ന് എഴുതിയാൽ മതി. അതെന്തുകൊണ്ടാണ് ഇനി സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ അതെന്തുവാ, ഇത് വീണ്ടും ടി ഈസ് ഈക്വൽ വോളിയം ബൈ ടൈം ഏരിയ ഇൻറ്റു ലെങ്ത് ബൈ ടൈം A2 ഇൻറ്റു എൽ ബൈ ടി എന്ന് പറഞ്ഞ് എഴുതാൻ ആവശ്യമില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ അങ്ങ് ചുരുക്കി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയാ നോക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ് ഓഫ് ലിക്വിഡ് flowing through A is given by ആ A എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കൂടെ ആ A1 എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിന്റെ മാസ് എങ്ങനെയാ നമുക്കറിയാം. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് മാസോ ഏടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എം എന്ന് എടുക്കാം. എം എ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി റോ ആണ് ഇൻറ്റു വോളിയം ആണ്. വോളിയം എപ്പോഴും ആലോചിച്ചോണം, ഇത് വെലോസിറ്റി ആണ്. ഈ V2 V1 വെലോസിറ്റിയാണ്. വോളിയത്തിന് എപ്പോഴും ക്യാപിറ്റൽ V വെച്ച് റെപ്രസെന്റ് ചെയ്യാവും. കാരണം നമ്മൾ V കെട്ടുപുള്ളി ഇട്ടിരിക്കുന്നത് എന്തിനാ, ഈ V ഏതാ, ഈ V എന്ന് പറയുമ്പോൾ വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യാതെ തെറ്റിപ്പോലെ, ഇത് വോളിയമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു അല്ല മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് അറ്റ് പോയിന്റ് എ എന്ന് പറയുമ്പോൾ എം എ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു V1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നേ, വോളിയം. ഇത് ടി എന്ന് മാറ്റിയിട്ട് വോളിയം ആക്കണേ. വോളിയം ഇത് V1 ക്യാപിറ്റൽ V1, ഇത് ക്യാപിറ്റൽ V. വോളിയത്തിനെ പറ്റിയല്ലേ പറയുന്നത്, ടിയെ പറ്റിയല്ല പറയുന്നത്. കേട്ടോ, അങ്ങനെ ആക്കണേ. വോളിയത്തിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് V1 നമുക്ക് എന്തോ കിട്ടിയിരിക്കുന്നത്, A1 ഇൻറ്റു സ്മോൾ V1 അല്ലേ, ആണല്ലോ? അതേപോലെ തന്നെ സിമിലർലി എം ബി ഈസിക്കൽ നമുക്ക് എന്തെന്ന് എഴുതാം, അവിടുത്തെ വെള്ളം തന്നെ ആയതുകൊണ്ട് ഡെൻസിറ്റിക്ക് മാറ്റമില്ല. റോ ഇൻറ്റു എന്തെന്ന് എഴുതാം, റോ ഇൻറ്റു A2 V2 ആണല്ലോ? നമുക്കറിയാം ഒരു പൈപ്പിനകത്ത് എത്ര വെള്ളം കയറി കഴിഞ്ഞാൽ അത്രയും വെള്ളം തന്നെ എന്ത് ചെയ്യും, ഇറങ്ങിപ്പോവല്ലോ. അപ്പം നിങ്ങൾ എത്ര സൈസ് കൂടിയ പൈപ്പിൽ നിന്ന് സൈസ് കുറഞ്ഞ പൈപ്പിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറി വരുന്ന വെള്ളത്തിന് അല്ലെ അകത്തോട്ട് ഇറങ്ങി വരുന്ന വെള്ളത്തിനും പുറത്തോട്ട് ഇറങ്ങി പോകുന്ന വെള്ളത്തിനും വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, മാസ് അറ്റ് പോയിന്റ് എ വി ബി ഈസിക്കൽ ടു എന്താ, മാസ് അറ്റ് പോയിന്റ് ബി അല്ലേ, ശരിയല്ലേ? അതെന്തുകൊണ്ടാ, വി നോ ദാറ്റ് വി കറക്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ടി ഈസിക്കൽ ടു എന്ന് പറഞ്ഞല്ലേ എഴുതിയത്, V1 ഈസിക്കൽ ടു എന്ന് പറഞ്ഞു. അവിടെ ടൈം ഇടാൻ കാരണം അത് പർട്ടിക്കുലർ ടൈമിലുള്ള വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടാണ് ടൈം എന്ന് ഇട്ടിരിക്കുന്നത്. ആ ടി ഈസിക്കൽ ടു എന്ന് മാറ്റിയിട്ട് V1 ഈസിക്കൽ ടു എന്നും V2 ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ V1 V2 വോളിയം, ക്യാപിറ്റൽ V1 ക്യാപിറ്റൽ V2 വോളിയം, സ്മോൾ V1 സ്മോൾ V2 വെലോസിറ്റി ആണ്. ഓക്കെ, we know that the mass of fluid through A will be equal to
മാസ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ ബി. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ MA ഈസ് ഈക്വൽ ടു MB. അങ്ങനെയാണെങ്കിൽ റോ A1 V1 ഈസ് ഈക്വൽ ടു റോ A2 V2. ഓക്കെ, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? റോ കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടുന്നു? A1 V1 ഈസ് ഈക്വൽ ടു A2 V2. അതിനർത്ഥം എന്തുവാ? AV ഈസ് എ കോൺസ്റ്റന്റ്. അതിനർത്ഥം AV ഈസ് ഈക്വൽ ടു K. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, A ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1/V. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാം? A ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു B. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ്? ഇഫ് ഏരിയ ഇൻക്രീസസ്, ഇഫ് ഏരിയ increases, velocity decreases. എവിടെ ആണോ? Sir, right side കാണിക്കത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ബെർണോളിസ് തിയറം ആണ് പഠിക്കാനുള്ളത്. ബെർണോളിസ് തിയറത്തിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബെർണോളിസ് തിയറം കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നും. അപ്പോൾ അതുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കത് സ്കൂളിലൊന്നും പഠിപ്പിച്ചു കാണുമോ എന്ന് എനിക്കറിയത്തില്ല സെപ്പറേറ്റ് ആയിട്ട്. എന്നാലും ഞാനത് പഠിപ്പിക്കുക, നിങ്ങളതും കൂടെ എഴുതി കിട്ടോ. ബെർണോളിസ് തിയറം എളുപ്പമാവും പഠിക്കാൻ. ഒരു ഫ്ലോയിങ് ലിക്വിഡിന് 3 ടൈപ്പ് എനർജിയാണ് ഉള്ളത്. എപ്പോഴും ആലോചിച്ചോണം, ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന് 3 ടൈപ്പ് എനർജിയാണ് ഉള്ളത്. ഒന്ന്, അത് മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള കൈനറ്റിക് എനർജി. ഒന്ന്, അത് ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, പൊസിഷനിൽ ഇരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, പിന്നെ എങ്ങനെ പൊസിഷനിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ഓസിനകത്തൂടെ വെള്ളം ഒഴുക്കി വിടുക. ഈ ഒരു ഓസ് ഞാൻ മുകളിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഓസിന്റെ സൈഡ് താഴെ കിടക്കുകയാണ്. അപ്പം ഇത് നിലത്ത് കിടക്കുകയാണ്, പക്ഷെ ഇത് ഇത്ര ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. ഇവിടെ ഹൈറ്റ് ഇല്ല, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പൊ കണ്ടോ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊസിഷൻ എന്നുള്ള അതല്ല ഉദ്ദേശിക്കുന്നത്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന് പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഉണ്ടാവും. ശരിയല്ലേ? ആണോ? അതായത് നമ്മുടെ എന്താ കേട്ടില്ല. മുകളില് പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പം താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ വർക്ക് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് നല്ല ഫോഴ്സിൽ താഴെ വെള്ളപ്പൊക്കത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ തല അടിച്ചു പോകുന്ന രീതിയിൽ വെള്ളം വന്ന് വീഴുന്നതിന് കാരണം മുകളിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായതുകൊണ്ടാണ്. അത്രയും പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് ആ വെള്ളം വർക്ക് ചെയ്തിട്ടാണ് ഒഴുകി നമ്മുടെ തലയിൽ വന്ന് വീഴുന്നത്. മനസ്സിലായോ? അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലൊന്നും ഇപ്പൊ പോയി നിൽക്കില്ല, ഭയങ്കര തല ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ ആയിരിക്കും വെള്ളം വീഴുന്നത്. ഭയങ്കര ഫോഴ്സ് ആയിപ്പോ. ചിലപ്പോൾ 2 ദിവസം മഴയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഹൈറ്റിലാണ് വരുന്നത്. ഹൈറ്റ് നല്ല പൊട്ടൻഷ്യൽ എനർജിയാണ്. അത്ര എനർജി വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് താഴോട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫ്ലോയിങ് ലിക്വിഡിന് 3 എനർജി ഉണ്ടാവും. ഒന്ന് കൈനറ്റിക് എനർജി, അത് മൂവ് ചെയ്യുന്നുണ്ട്. 2 ഒരു ഹൈറ്റിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇതിൽ ഹൈറ്റ് എന്തായാലും ഒരു ഫ്ലോയിങ് ലിക്വിഡ് ഭൂമി വാട്ടർ സീ ലെവലിൽ നിന്ന് ഇത്തിരി ഹൈറ്റിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ പമ്പയാർ ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? പമ്പയാർ ഉത്ഭവിക്കുന്നത് ശബരിമല കാടുകളിലാണ്. ശബരിമല കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീ ലെവലിനെക്കാട്ടിലും ഏകദേശം ഒരു 4000-5000 മീറ്റർ എബോവ് ദ സീ ലെവലായിട്ട് എടുക്കാം, അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഈ കടലിലോട്ട് അത് വന്ന് പതിക്കുന്നത്. അപ്പം ഒരു കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലോട്ട് വരുന്ന പോലെ. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. പൊട്ടൻഷ്യൽ എനർജി കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തോട്ട് വരുമായിരുന്നു. അപ്പൊ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് ഒഴുകുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ എപ്പോഴും ഉണ്ട് വെള്ളത്തിന് പ്രഷർ എനർജി എന്ന് പറഞ്ഞൊരു എനർജി. മനസ്സിലായോ? അപ്പം നിങ്ങളൊരു കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിനാണെങ്കിൽ ഒരു പ്രഷർ എനർജിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ കുപ്പി ഒരു കീഴ്ത്ത ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ നല്ല പ്രഷറിൽ, ഒരു വലിയ പ്രഷർ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പ്രഷറിലാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ പോകത്തില്ലേടാ. ഇത് സേഫ്റ്റി പിൻ ഇട്ട് കുത്തിയാലും മതി. ശരിയല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് അതിന് പ്രഷർ എനർജി ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ ബെർണോളിസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ പർട്ടിക്കുലർ പോയിന്റിൽ ഈ 3 എനർജിയുടെ സം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു പൈപ്പിൽ ഇങ്ങനെ ഒരു പൈപ്പ് എടുക്കുകയാണ്. ഇത് h ഹൈറ്റിലാണ്, ഇവിടെ ഹൈറ്റ് ഇല്ല. ഈ പോയിന്റിലുള്ള പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയുടെ സം എന്ന് പറയുന്നതും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതേപോലെ തന്നെ എന്താണ് പ്രഷർ എനർജിയുടെ സം എന്നുള്ളതും എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ പോയിന്റ് നോക്കിയാലും ഇവിടുത്തെ പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയുടെ സം നോക്കിയാലും അത് ഇതുമായിട്ട് എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? എന്നാൽ ഈ പ്രഷർ എനർജി ഇതെല്ലാം എഴുതുന്നത് വേറൊരു രീതിയിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം എഴുതണം. ഇങ്ങനെ ചെറിയൊരു ഹെഡിങ് പോലെ എഴുതിക്കോ. എനർജി ഇതുകൂടെ എഴുതിയിട്ട് നിർത്താം. എനർജി ഓഫ് ലിക്വിഡ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ. A liquid has three types of energy while in flow. They are ഒന്ന് കൈനറ്റിക് എനർജി, ഞാൻ കെ എന്ന് എഴുതുന്നുള്ള കെ due to its motion. രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി പി എന്ന് എഴുതുവാണ് due to its position. അതിന്റെ ഇക്വേഷനും കൂടെ എഴുതിക്കോ. കെ ഈസ് ഈക്വൽ ടു നമ്മൾ ഹാഫ് എം വി സ്ക്വയർ എന്നല്ല എഴുതുന്നത്. എന്നാൽ ഇവിടെ ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഹാഫ് റോ വി സ്ക്വയർ എന്നായിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ എഴുതിപ്പോ. അതേപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എം ജി എച്ച് എന്നാണ് എഴുതുന്നത്. എം ജി എച്ചിന് പകരം നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നായിരിക്കും എഴുതുന്നത്. മാസിന് പകരം ഡെൻസിറ്റി ആക്കുക. മനസ്സിലായോ? നമ്മളിതിന് ഡെൻസിറ്റിയുടെ ടേമിലാണ് ഇതെല്ലാം പറയുന്നത്. മൂന്നാമത്തേത് പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി എന്ന് പറയുന്നത് നമ്മൾ അതിനെ പി ആയിട്ടാണ്. പ്രഷർ എനർജി പി ആയിട്ടാണ്.
ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് ബെർണോളിസ് തിയറം പഠിക്കാനുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം ഒരു 2 എണ്ണം, അതായത് ടോറിസെല്ലി ലോ ഓഫ് എഫ്ലക്സും അതേപോലെ തന്നെ അതിന്റെ 2-3 ആപ്ലിക്കേഷൻ. വെന്റൂരി മീറ്റർ ഒക്കെ പഠിപ്പിച്ചോ നിങ്ങൾ? തുടങ്ങിയില്ല. മർത്തോമയിലുള്ളവരെ വെന്റൂരി മീറ്റർ പഠിപ്പിച്ചോ? ആരെങ്കിലും ഒരാളെ റെസ്പോണ്ട് ചെയ്യാമോ? ലിഫ്റ്റ് ഓഫ് ആൻ എയറോപ്ലെയിൻ, എയറോഫോയിൽ അതുവെല്ലാം പഠിപ്പിച്ചോ? മാഗ്നസ് എഫക്റ്റ് അത് പഠിപ്പിച്ചോ? മൊത്തമുള്ളവരൊന്നും ഇവിടെ എല്ലാവരും ഉറങ്ങി. അർജുനെ, അർജുനുണ്ടോ ഇവിടെ? ഓക്കെ, എന്തായാലും നമ്മൾ ചാപ്റ്റർ ഇതുണ്ട്. ഇപ്പൊ ഈ പഠിപ്പിച്ചത് ഇതുണ്ട്, ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നാളെയും കൊണ്ട് നമുക്ക്